അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ നൂർ ടി വി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ രാവിലെ യൂട്യൂബ് തുറന്ന് നോക്കുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ പ്രതീക്ഷിച്ചാണല്ലോ നമ്മൾ നോക്കുക. പക്ഷേ ഫസ്റ്റ് എൻ്റെ കണ്ണിൽപ്പെട്ട ഒരു വീഡിയോ, അതിനെക്കുറിച്ച് ജസ്റ്റ് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. കാരണം ഇന്നലെ റജബ് മാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസവും കഴിഞ്ഞുപോയി. നല്ല റാഹത്തോടെ എല്ലാവർക്കും നോമ്പൊക്കെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും നിരവധി രാവുകൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് റമദാൻ വരുന്നുണ്ട്. അള്ളാഹു റമദാനിലൊക്കെ എല്ലാ നോമ്പും എടുത്ത് ഇബാദത്തുകളിൽ മുഴുകി ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഞാൻ കണ്ട വീഡിയോയുടെ വിഷയത്തിലേക്ക് വരാം. സാധാരണ നൂറ ഹബീബ് മജ്ലിസിനെയും അതിന് നേതൃത്വം കൊടുക്കുന്ന ആ സയ്യിദ് അവർകളെയും താറടിക്കാനും അതിനെ എതിർക്കാനും വേണ്ടി മാത്രം ജീവിക്കുന്ന കുറേ യൂട്യൂബർമാരുണ്ട്. അതിൽപ്പെട്ട ഒരു ചാനലിൽ വന്നൊരു കാര്യമാണ്, അഥവാ തങ്ങളിപ്പോൾ ഇന്നലെ നോമ്പ് നോറ്റിട്ടില്ല ഗേസ്, വെള്ളം കുടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് അതിൽ കണ്ടുള്ളത്. അപ്പോൾ അതിനൊരു വീഡിയോയും കൊടുത്തിട്ടുണ്ട്, തങ്ങൾ വെള്ളം കുടിക്കുന്നൊരു സംഭവം. അത് ആ വീഡിയോ കാണുമ്പോൾ പ്രത്യക്ഷത്തിൽ അതൊരു പകല് പോലുള്ള സമയമാണെന്ന് തോന്നിയാലും ശരിക്കും തങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അഥവാ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആ വീഡിയോ ആരിൽ നിന്നോ എടുത്തതാകാം. ഏതായാലും സത്യം പറഞ്ഞാൽ ഇന്നലെ തങ്ങൾ നാട്ടിലില്ല, സുബഹിൻ്റെ മുമ്പുള്ള സമയത്തെടുത്ത വീഡിയോ ആണ് എന്നാണ് വ്യക്തമാക്കാൻ കഴിയുന്നത്. ബാങ്ക് കൊടുക്കാൻ ദുബായിലുള്ള ആളുകളൊക്കെ പറയുന്നത് കാണുന്നുണ്ട്, അഥവാ ബാങ്ക് കൊടുക്കാൻ ഇനിയും 1 മണിക്കൂറോളം ബാക്കിയുണ്ട്, ആ സമയത്താണ് വെള്ളം കുടിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു സംഭവത്തിൻ്റെ ഇന്നലെ ഞാൻ പറഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു. അഥവാ നമ്മുടെ നോമ്പിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴേ, റജബ് മാസത്തിലെ നോമ്പിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് പറഞ്ഞ സമയത്ത് അതിൽ വീഡിയോ മുഴുവനായിട്ട് കാണണം എന്ന് പറഞ്ഞൊരു മാറ്റർ ഞാൻ ചെറുതായിട്ട് സൂചിപ്പിച്ചിരുന്നു. അത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അത് ഇവിടെയും ആവർത്തിക്കുകയാണ്. കാരണം അത് മുഴുവൻ കാണുമ്പോഴേ അതിലുള്ള കഴമ്പ് എന്താണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സുന്നികളായിട്ടുള്ള ഉസ്താദുമാരുടെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തിട്ട് മുജാഹിദുകൾ ക്ലിപ്പിൽ പറയുന്നത് പോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രമാത്രമല്ല, അത് മുഴുവനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു ഉദാഹരണം പറയുമ്പോഴുള്ളതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വിഷയം പറയുമ്പോഴോ അതിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്യുക, എന്നിട്ട് അത് പോസ്റ്റ് ചെയ്യുക, അതിനപ്പുറം വേറെ വീഡിയോയിലുള്ള കുറച്ച് ഭാഗം അതിനെ കൂട്ടിച്ചേർത്ത് വെക്കുക. അങ്ങനെയൊക്കെ വെക്കുമ്പോൾ ആളുകളിൽ തെറ്റിദ്ധാരണ കൂടുതൽ വരും. അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ കാണുമ്പോൾ മുഴുവനായിട്ട് കണ്ടിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം ആ ഒരു ഭാഗം മാത്രം എവിടുന്നേലും കിട്ടിയാൽ അത് മാത്രം ഇട്ടുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളൊരു സംഭവത്തിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ പറ്റും. ഏതായാലും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. പല കുതന്ത്രങ്ങളും പല രൂപത്തിലുള്ള ഫ്രോഡുകളും തട്ടിപ്പുകളൊക്കെ നടക്കുന്നൊരു കാലമാണ്. അതുകൊണ്ട് അള്ളാഹു അത്തരം ബുദ്ധിമുട്ടുകളെ തൊട്ടൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നല്ല നല്ല മജ്ലിസുകളുമായിട്ട് കുറേ പണ്ഡിതന്മാർ, ഉസ്താദുമാർ, സയ്യിദന്മാർ നമ്മളെ മുന്നിലുണ്ട്. അള്ളാഹു അവരൊക്കെ ദീനിൻ്റെ തണലാക്കി നമ്മളെ സംരക്ഷിക്കാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ. ഈ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.